ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കുറച്ച് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? ചക്കപ്പുഴുക്ക്, ചക്ക കൂട്ടാൻ, ചക്കക്കറി എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. പല സ്ഥലങ്ങളിലും പലതായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് പേഴ്സണലി കുറച്ച് വിളഞ്ഞ ചക്ക അഥവാ പഴുത്ത മധുരമുള്ള ചക്ക വെച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മധുരമുള്ള ചക്ക എടുത്ത് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി, എരിവിന് ആവശ്യത്തിനധികം വേണം. അപ്പോൾ എരിവും ചേർത്ത് നല്ലതുപോലെ കഴുകി കുക്കറിലിട്ടൊന്ന് വേവിക്കണം. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കോ ഹസ്ബൻഡിനോ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് മാത്രമാണ് ഇത് ഇഷ്ടം. അങ്ങനെ ഞാനത് കുക്കറിൽ വെച്ച് വേവിക്കുന്നു. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ തിരുകി അതിലേക്ക് പച്ചമുളകും നല്ല ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് ചതച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴത്തേക്കും ഈ കുക്കറിലുള്ള സംഭവം റെഡിയായി വെന്ത് വരും. പിന്നെ നല്ലതുപോലെ വെന്ത ചക്കയാണ് എനിക്കിഷ്ടം. പിന്നെ വേവാതെ എടുക്കാം, അത് ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ വെന്ത് വന്ന ഈ ചക്കയിലേക്ക് നമ്മൾ കുറച്ച് അരപ്പ് ചേർത്ത് നല്ലതുപോലെ ചക്ക ഉടച്ചെടുക്കുക. പിന്നെ ഇത് ചക്കക്കൂട്ടാൻ പൊതുവെ താളിച്ചൊക്കെ ഒഴിക്കും. എനിക്കത് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് മിക്സാക്കി എടുത്ത് താളിക്കുന്നതെന്ന് പറഞ്ഞാൽ വറ്റൽമുളക്, കടുക്, കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ചെടുക്കുന്നവരുണ്ട്. എനിക്കതിൽ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമ്മളൊന്നുകൂടി ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഓൾറെഡി വെന്തതാണ് എങ്കിലും തേങ്ങയും അരപ്പൊക്കെ ഒരു പച്ചമണം ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് പോകാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ചക്ക ഏകദേശം റെഡിയായി വന്നപ്പോഴത്തേക്കും എന്നും 3 മണിക്കൊക്കെ ചോറ് കഴിക്കുന്ന എനിക്ക് ഇന്ന് നേരത്തെ വിശക്കാൻ തുടങ്ങി. കാരണം വേറൊന്നുമല്ല, നമുക്കിഷ്ടമുള്ള ഫുഡ് ഉള്ള ദിവസം നമുക്ക് പ്രത്യേകിച്ച് വേഗം വിശക്കും. എനിക്കങ്ങനെയാണ്. അല്ലാത്ത ദിവസം 3 മണിക്കൊക്കെയാണ് ഞാൻ പൊതുവെ ചോറ് കഴിക്കാറുള്ളത്. പക്ഷേ ഇഷ്ടപ്പെട്ട ഭക്ഷണമുള്ള ദിവസം നമ്മൾ എന്നത്തെക്കാട്ടിലും നേരത്തെ ഫുഡ് കഴിക്കും. നിങ്ങളങ്ങനെയാണോ ഗൈസ്? പക്ഷേ ഞാനങ്ങനെയാണ് ഗൈസ്. പിന്നെ വേറെന്താ, എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചാൽ? അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 2 ദിവസമായി വീഡിയോ ഇടാനൊക്കെ മടിച്ചിരുന്നത്, വ്യൂവേഴ്സും സബ്സ്ക്രിപ്ഷനൊന്നും കൂടുന്നില്ല, അങ്ങനെ വിഷമിച്ചിരുന്നതാണ്. പിന്നെ ഇതൊക്കെ ചുമ്മാ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ പിന്നെയും വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.